അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പോയത് എത്രയും ലക്ഷങ്ങളാണ് നമുക്ക് പോയത്. ഗൈസ്, ഇന്നിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം എന്താ പറയുക, നമുക്ക് 40,000 റുപ്യ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, അതായത് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് പോയതാണ്. അങ്ങനെ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വേറെ വീട്ടിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ട് പൈസ ഒപ്പിക്കുകയും അത് എന്നിട്ട് നമുക്ക് വേഗം ഫ്ലോപ്പായിട്ട് നമ്മൾ 40,000 റുപ്യ ഉള്ളൂ. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പോയത് എത്രയും ലക്ഷങ്ങളാണ് നമുക്ക് പോയത്. കാരണം നമ്മളെ പറ്റിക്കുന്ന സമയത്ത് നമ്മൾക്ക് പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇത് ഞങ്ങൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നമ്മളെ പറ്റിച്ച റീസൺസ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ കുറേ ആൾക്കാർ ബിസിനസ്സിലേക്ക് എന്തൊക്കെ പൈസ ഒക്കെ പോയിട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഓർക്കൊരു റിപ്ലൈ വേണ്ടിയിട്ടാണ്. കാരണം ബിസിനസ് നടത്തുന്ന ഏതൊരാൾക്കും കുറേ ആ രീതിയിലും വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ കുറേ പൈസ പോകും. അപ്പം നമുക്ക് ഇതേപോലെയാണ് നമുക്ക് പോയത്. പല രീതിയിലൂടെ നമ്മൾ പൈസ കുറേ ലക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതേപോലത്തെ ജ്യൂസോളം എന്ന ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കി അവിടുന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ കടകളൊക്കെ നമ്മൾ വീട്ടിയത്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ വേറെ പൈസ എടുത്തല്ല, ഇതിൽ തന്നെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെ നമ്മൾ അത് മീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നമില്ല. എന്നാലും പൈസ പോയി എന്നുള്ളത് പൈസ ആ സമയത്ത് ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആലോചിക്കുക, നമുക്ക് ഒരു പൈസ ഇല്ലാത്ത സമയത്ത് പൈസ നമ്മള് ക്ലാസ് എടുത്ത പൈസ നമ്മൾ തന്നെ വേണ്ടേശം. അപ്പൊ നമ്മൾ ആ പൈസ പോകുമ്പോൾ വിഷമം. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പോയി. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഓരോ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അവിടെ നിർത്തി വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സാധനം നമുക്ക് സക്സസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്.